है. अच्छा, do they Hindi or English? You prefer Hindi or English? English. Hindi. Okay. English. So we have decided in 2019 when we come to power, we are going to take one or two big decisions. I have mentioned to you the idea of a fisherman congress, which will represent the fishermen in Delhi. 2019 അധികാരത്തിൽ വരുമ്പോൾ ഞാൻ ദേശീയ തലത്തിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക ഒരു മന്ത്രാലയം തുടങ്ങുന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ സംസാരിക്കുകയുണ്ടായി. There is another big idea that we have, which we are going to do in our manifesto. And that is the idea of guaranteeing a guaranteed minimum income to all Indian citizens. ഞങ്ങൾ രണ്ടാമതായിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാർവത്രികമായി ഒരു അടിസ്ഥാന വേതനം ഉറപ്പാക്കുക എന്നുള്ള ഒരു വലിയ ആശയമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. So I want to explain a little bit what this guaranteed minimum income is. അടിസ്ഥാന വേതനം ഭാരതത്തിലെ എല്ലാവർക്കും ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങളോട് വിശദമാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The government of India after 2019 will decide on a minimum income line. 2019 അധികാരത്തിൽ വരുന്ന ഭാരതത്തിലെ ഗവൺമെന്റ് ഒരു അടിസ്ഥാന വരുമാന രേഖ നിർവചിക്കും. Certain income will be called the minimum income in India. ഒരു നിശ്ചിത വരുമാനത്തെ ഭാരതത്തിലെ അടിസ്ഥാന വേതനമായി ഗവൺമെന്റ് കണക്കാക്കും. Anybody who earns less than that minimum income line will be given money by the government of India to bring them up to the minimum income line. ഭാരതത്തിലെ ഗവൺമെന്റ് അടിസ്ഥാന വേതനം എന്ന് കണക്കാക്കുന്ന ആ വരുമാനത്തിന്റെ താഴെ ആരെങ്കിലും വരുന്നുണ്ടോ ആ വിടവ് പരിഹരിച്ചുകൊണ്ട് ആ തുക ആ പൗരന്മാർക്ക് നൽകിക്കൊണ്ട് അവരെ അടിസ്ഥാന വേതനത്തിന്റെ ലെവലിലേക്ക് ആ തലത്തിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവരും. So we are going to basically wipe out once and for all poverty from the country. ഈ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്ത് നിന്നും ഭാരതത്തിലേക്കും എന്നേക്കുമായി ദാരിദ്ര്യം തുടച്ചു നീക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. Now people complain about me that I focus on and help farmers, fishermen and weaker sections, weaker people. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ എന്നെപ്പറ്റി വളരെ പരാതി പറയുന്നുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗക്കാരായ പാവങ്ങളെ പറ്റി, സാധാരണക്കാരെ പറ്റി, മത്സ്യത്തൊഴിലാളികളെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നതും അവരിലാണ് എൻ്റെ ശ്രദ്ധയെന്നും ആളുകൾ എന്നെപ്പറ്റി പരാതി പറയുന്നുണ്ട്. They say that I support and help poorer people. അവർ പറയുന്നത്, അവരുടെ പരാതി ഇതാണ്, ഞാൻ പിന്തുണയ്ക്കുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നതും സഹായിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഭാരതത്തിലെ പാവങ്ങളായ സാധാരണക്കാരെയാണ്. അതാണ് എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി. For example, when we forgive farmers loans in Delhi, when we forgave 70,000 crores of farmers loans, or we forgave the loans in Madhya Pradesh, Chhattisgarh and Rajasthan, my opponents say that I am ruining the habits of the farmers. പണ്ട് UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 70,000 കോടി വരുന്ന കാർഷിക കടങ്ങൾ ദേശീയ തലത്തിൽ നമ്മൾ എഴുതി തള്ളി. അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കാർഷിക കടങ്ങൾ എഴുതി തരുമ്പോൾ എൻ്റെ എതിരാളികൾ പറയുന്നത് ഞാൻ കർഷകരുടെ അവസ്ഥയിൽ അത് ഞാൻ നശിപ്പിക്കാനാണ്, അതുകൊണ്ട് പ്രയോജനപ്രദമായി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് അവർ നടത്തുന്നത്. That we are creating the wrong incentive for the farmer, that they will not work because their loans will be forgiven. കാർഷിക കടങ്ങൾ എഴുതി തള്ളുമ്പോൾ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് കർഷകർ പ്രവൃത്തി ചെയ്യുന്നില്ല, അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അവർക്ക് ഉണ്ടാകില്ല കാർഷിക കടങ്ങൾ എഴുതി തള്ളുമ്പോൾ എന്നാണ് എനിക്കെതിരെ ഉയർന്ന വിമർശനം. And my response to that argument I want to tell you. എനിക്ക് ആ വിമർശനത്തോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Mr. Narendra Modi over the last 5 years has forgiven 3.5 lakh crore rupees of the 15 richest people in India. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ അതിസമ്പന്നരായ 15 വ്യവസായികളുടെ 3.5 ലക്ഷം കോടി കടമാണ് എഴുതി തള്ളിയത്. When Mr. Narendra Modi forgives 3.5 lakh crores of people like Anil Ambani and Nirav Modi, why do people not say that he is creating bad habits in those people?
ശരിക്കും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനിൽ അംബാനിയുടെയും നീരവ് മോദിയും പോലെയുള്ള ആളുകളുടെ 3.5 ലക്ഷം കോടി എഴുതി തള്ളുമ്പോൾ എന്നെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് പറയുന്നില്ല അവരുടെ കാര്യത്തിൽ നരേന്ദ്രമോദി പിന്തുടരുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണെന്നും? I am only arguing for fairness. I am saying if you are going to forgive their loans, Mr. Anil Ambani's loan, then you are going to forgive the loans of fishermen and of the farmers. ഞാൻ ശരിക്കും വാദിക്കുന്നത് ന്യായത്തിനും നീതിക്കും വേണ്ടിയാണ്. നരേന്ദ്രമോദിക്ക് അനിൽ അംബാനിയും നീരവ് മോദിയും പോലെയുള്ള ആളുകളുടെ 3 ലക്ഷം കോടി കടം എഴുതി തള്ളാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കർഷകരുടെ ലോൺ, കർഷകരുടെ കടങ്ങൾ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല? ഇത് മാത്രമാണ് എന്റെ വാദഗതി. And if you don't want us to forgive loans of farmers, then don't forgive Mr. Anil Ambani's loan. Don't forgive Mr. Mehul Choksi's loan. ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഞങ്ങൾ കർഷകരുടെ കടം എഴുതി തള്ളുന്നതിൽ നിങ്ങൾ